ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളിയോ അതോ ചെമ്പിൽ സ്വർണം പൂശിയ മുക്കുമണ്ടപ്പാളിയോ? ദേവസ്വം ബോർഡ് രേഖകളും ഹൈക്കോടതി നടപടികളും പരിശോധിക്കുമ്പോൾ അത് ചെമ്പിൽ സ്വർണം പൂശിയ ഉരുപ്പടികളെന്നാണ് വായിച്ചെടുക്കാനാവുന്നത്. എന്നാൽ ശരിക്കും അത് അങ്ങനെയാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തെളിയിക്കാവുന്ന ചില വസ്തുതകളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതായത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൽ നിന്ന് ഒരു പങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന വസ്തുതകൾ. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ വഴിപാടായിട്ടാണ് ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത്. 1998 സെപ്റ്റംബർ 4-നാണ് സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലായിരുന്നു സ്വർണം പൊതിഞ്ഞത്. ശ്രീകോവിൽ സ്വർണം പൊതിയാൻ 30.3 കിലോ സ്വർണമാണ് ഉപയോഗിച്ചത്. ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണ്ണപ്പാളികൾ പൊതിയുകയായിരുന്നു. 12 പാളികൾ വീതമാണ് പൊതിഞ്ഞത്. അതായത് ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് സ്വർണം പൂശുകയായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു എന്നർത്ഥം. ഇനി ശ്രീകോവിലിൽ എവിടെയൊക്കെയാണ് സ്വർണം പൊതിഞ്ഞതെന്ന് നോക്കാം. ശ്രീകോവിലിന്റെ മേൽക്കൂര, മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം. ഇത്രയും സ്ഥലത്താണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം അക്കാലത്തെ മാതൃഭൂമി പത്രത്തിലെ വാർത്തകളിൽ വിശദമാക്കുന്നുണ്ട്. മാത്രമല്ല, അന്ന് വിജയ് മല്യ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ വസ്തുതകളെല്ലാം പറയുന്നുമുണ്ട്. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിലെ ഒരു ഭാഗമാണ്. അതാണ് 2019 ചെമ്പുപാളികളായത്. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ തനിത്തങ്കത്തിലുള്ള പാളികൾ എടുത്തുമാറ്റി ചെമ്പുപാളികൾ വെക്കാനുള്ള ആസൂത്രണമാണോ 2019 നടന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമല ക്ഷേത്രം അയ്യപ്പ ഭക്തർക്ക് ഒരു വിസ്മയമാണ്, അഭിമാനമാണ്. പൊന്നിൽ പൊതിഞ്ഞ ശബരിമല അയ്യപ്പ ഭക്തർക്ക് അത്ഭുതമായിരുന്നു. ധനികനോ ദരിദ്രനോ ആരുമാകട്ടെ, ഒരു തരി പൊന്നെങ്കിലും സ്വാമി അയ്യപ്പന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ മാത്രം സ്വത്താണ്. ശബരിമല ക്ഷേത്രത്തെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഭക്തർ വഞ്ചിക്കപ്പെടുകയാണോ? വ്യവസായി വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞ് 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഒരു വൻ ചതിയുണ്ടായി. അത് മാറ്റുരച്ച് പുറത്തു കൊണ്ടുവരികയാണ് മാതൃഭൂമി ന്യൂസ്. വർഷം 2019 ജൂലൈ 5. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. ശബരിമല ശ്രീകോവിലിന്റെ സോപാനത്തിന് ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരിക്കുന്ന ചെമ്പുപാളിയിൽ സ്വർണം പൂശാം. സ്വർണം പൂശാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ച് സ്പോൺസറായി അവതരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണപ്പീഠ എപ്പിസോഡിലെ വിവാദ നായകൻ. സ്വർണം പൊതിയണം എന്നുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം എടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ സമയത്താണ് ഇദ്ദേഹം അവിടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളാണ്, വർഷങ്ങളായിട്ട് അവിടെ വഴിപാടൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നമ്മുടെ തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് നമ്മൾ ഈ ഇത് കൊടുക്കുന്നത്. 5/7/2019 ഒരു ROC ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ പാളികൾ, ചെമ്പ് പാളികൾ ഊരി എടുത്ത് തൂക്കം നോക്കി യഥാവിധി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബോർഡ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ദേവസ്വത്തിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്, അത് എന്ത് അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി? അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ബോർഡിന് അത് ചെയ്യാൻ പറ്റില്ല. മാനുവലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നടന്ന സംഭവത്തിലേക്ക് വരും മുൻപ് ഇനി ഒരു ഫ്ലാഷ് ബാക്ക്. 1998 ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞത്. ക്ഷേത്രത്തിന് സമർപ്പിച്ച അവസരത്തിൽ
സ്പോൺസറായ വിജയ് മല്യ എന്തൊക്കെയാണ് സ്വർണം പൊതിഞ്ഞതെന്ന് വിശദീകരിച്ചിരുന്നു. സ്വർണം പൊതിഞ്ഞവയിൽ 2 ദ്വാരപാലക ശില്പങ്ങളും ഉണ്ടായിരുന്നു. അക്കാലത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ ഈ വാർത്ത സത്യത്തിലേക്കുള്ള നേർചിത്രമാവുകയാണ്. തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് 2019 ആകുമ്പോൾ മല്യ സമർപ്പിച്ച സ്വർണം ചെമ്പായി മാറിയോ, അതോ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയോ? അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് പോലും ഇതൊന്നും നിഷ്കളങ്കമായി കാണാനാകില്ല. ശബരിമലയിൽ വൻ സ്വർണ്ണ അട്ടിമറി നടന്നത് 2019 അതിനു മുൻപോ ആണെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കി. ദ്വാരപാലക ശില്പത്തിലെ കവചം ചെമ്പാണെന്ന്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളെയാണ് ഒരു ഉത്തരവിലൂടെ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയത്. ആ ചെമ്പിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചു. പാളി ഇളക്കി സ്വർണം പൂശി കൊണ്ടുവരാൻ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അതായത് 1955 ദേവസ്വം മാനുവലിൽ 11ാം ചാപ്റ്ററിൽ പറയുന്നത്, 11ാം ചാപ്റ്ററിൽ 38ാം റൂള് പറയുന്നത്, ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നും പുറത്തു പോകാൻ പാടില്ല. 2019 നടന്നതെന്താണ്? ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കൊള്ളയടിക്കാനുള്ള വഴിയൊരുക്കാനാണ് ചെമ്പുപാളിയാക്കലും സ്വർണം പൂശലുമെന്ന് സംശയിക്കാനേ വഴിയുള്ളൂ. പാളി അഴിച്ചു കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി 1 മാസം കഴിഞ്ഞാണ് സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്നത്. അവിടെ തിരുവാഭരണം കമ്മീഷണർ കണ്ടത് വെറും ചെമ്പുപാളി. 2019 ഓഗസ്റ്റ് 29-ാം തീയതി അവിടെ രാവിലെ എത്തുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് സ്മിത്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രസൻസിൽ കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞാൽ ചെമ്പ് പാളികളാണ്. പ്യുവർ ചെമ്പാണ്, പ്യൂരിഫൈ ചെയ്ത ചെമ്പാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സ്വർണം പൂശിയ ചെമ്പ് പാളി എന്ന് അതിൽ പറയുന്നില്ലേ? ഇല്ല, അതിനകത്ത് ചെമ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചെമ്പ് പാളികളെന്ന് മാത്രമാണ് പറയുന്നത്. വിജയ മല്യയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. 1999 ചെയ്തതെന്ന് പറയുന്നു. ഇത് അവിടെ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ചെമ്പെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു സാധനം ചെമ്പായിട്ട് തന്നെ ഓർഡർ കൊടുത്തു. അപ്പം ഇതെല്ലാം തന്നെ ഈ രജിസ്റ്ററിൽ നമ്പർ ഇട്ട് ചേർക്കേണ്ടതാണ്. ജൂലൈ 19, 20 കൊണ്ടുപോയെങ്കിൽ ഏകദേശം അടുത്ത 29 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1 മാസം അടുപ്പിച്ചുള്ള കാലയളവിൽ ഇത് സാധനം എവിടെ പോയെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നിങ്ങൾ ഇത്രാം തീയതി അഴിച്ചു കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? പക്ഷെ അതിനുള്ള ആധികാരിക രേഖകളൊന്നും നമ്മളതിലില്ല. അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പത്തിലെ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി 1 മാസം എവിടെ കൊണ്ടുപോയിരുന്നു? വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാക്കി ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത്? ഉത്തരവിൽ പറയുന്ന ചെമ്പുപാളി സ്വർണ്ണപ്പാളിക്ക് പകരമായി ചെന്നൈയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇനി മല്യ സമർപ്പിച്ച സ്വർണ്ണ പ്ലേറ്റിംഗ് ഒരുക്കിയ ശേഷമുള്ള ചെമ്പുപാളിയാണ് ചെന്നൈയിൽ കൊണ്ടുവന്നതെങ്കിൽ മല്യ സമർപ്പിച്ച പാളിയിലുണ്ടായിരുന്ന സ്വർണം എത്രയാണ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത 49 പവൻ മാത്രമാണോ? ബാക്കി എവിടെ? 2019 സ്വർണം പൂശിയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് സ്വർണം പൂശിയിട്ടുള്ളതായിട്ടാണ്. 99 മുഴുവനും സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. 2019 ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അഴിച്ചെടുത്തത് ബോർഡിന്റെ ഉത്തരവിലെ വാദം പോലെ ചെമ്പുപാളിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ 1998 വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം 2019 മുൻപേ മോഷ്ടിച്ചെന്ന് ഭക്തരോട് സമ്മതിക്കേണ്ടി വരും. അതായത് അയ്യപ്പ ഭഗവാന്റെ മുതല് കൊള്ളയടിക്കപ്പെട്ടതാണ് 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലൂടെ പുറത്തു വന്നത്. തെളിവുകളെല്ലാം എതിരാണ്. ഇനിയും സംശയമുണ്ടെങ്കിൽ 2013 ഈ ചിത്രം ഒന്ന് കാണുക. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തുന്നതാണ് ഈ ചിത്രത്തിൽ. 2013 മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചതാണ് ഈ ചിത്രം. ശ്രീകോവിലിലെ 2 ദ്വാരപാലക പ്രതിമകളും ഈ ചിത്രങ്ങളിൽ കാണാം. 2ലും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. 2019 ഉത്തരവ് പ്രകാരമാണെങ്കിൽ ഈ ചിത്രങ്ങളിൽ ചെമ്പിൽ തീർത്ത പാളികളാണ് കാണേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 2013 വിജയ് മല്യ സമർപ്പിച്ച അതേ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത്.
ഏത് രീതി പിടിപ്പിച്ചാലും ഈ പിച്ച് നമ്മൾ ചെമ്പിൽ ചെയ്തിരിക്കുന്ന ബേസിൻ്റെ വെയിറ്റ് കുറയാനേ പാടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കും? സംഭവിച്ചിരിക്കുന്നത് വിജയമല്യ പൂശിയിരിക്കുന്ന തങ്കത്തിൻ്റെ ഈ ചെമ്പി പൂശിയിരിക്കുന്ന തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന സംഭവമല്ല, ഒരു കാരണവശാലും അല്ല ഈ രണ്ടാമത് വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ മോൾഡ് എടുത്തിട്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വെയിറ്റ് വ്യത്യാസം വരുന്നത്. കാര്യം ഒരു കാരണവശാലും ആ വെയിറ്റ് വ്യത്യാസം വരേണ്ട ആവശ്യമില്ല. അത് വളരെ ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപ്പാക്കിയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശവുമെല്ലാം ഒരു നിയോഗമാണ്. കഴിഞ്ഞ കാലത്തെ കൊള്ളയെല്ലാം പുറത്തു വരാൻ ഭഗവാൻ അയ്യപ്പൻ തുറന്നിട്ട വഴി. 2019 സ്വർണം പൂശാൻ അവതരിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ലക്ഷ്യങ്ങൾ കണ്ടിരുന്നു. സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന് 40 വർഷത്തെ ഗ്യാരണ്ടി നൽകി. വല്ലാത്തൊരു ഉദാര മനസ്സു തന്നെ. 2019 ഒരു മാസം ദ്വാരപാലക ശില്പത്തിലെ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തെന്ന ചോദ്യം ദുരൂഹമായി നിൽക്കുകയാണ്. ശബരിമലയിലെ ഏതൊരു ഉരുപ്പടിക്കും പൗരാണിക ആത്മീയ പ്രാധാന്യമുണ്ടെന്ന കാര്യം ആരും മറക്കരുത്. മാറ്റിയിരിക്കുന്ന ഈ തങ്കത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അന്നത്തെ സമയത്തിൻ്റെ തങ്കത്തിൻ്റെ വില എന്ന് വെച്ചാൽ ഒരു 4000 രൂപയേ ഉള്ളൂ ഒരു ഗ്രാമിന്. ഈ 99 കാലഘട്ടത്തിൽ ഒരു 6 ലക്ഷം രൂപയ്ക്കകത്തോളം വിലയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു വേറൊരു വലിയ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, ഇതുവരെ സമൂഹം, ഭക്തജന സമൂഹമോ കോടതിയോ പോലീസോ ദേവസ്വം അധികാരികളോ പ്രസിഡന്റോ ഒന്നും ചിന്തിക്കാത്തൊരു കാര്യം, ഇതിനൊരു വളരെ വലിയൊരു കാര്യം. 20 വർഷത്തോളം അയ്യപ്പൻ്റെ മുമ്പിൽ നിന്നിരുന്ന ദ്വാരപാലകരിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു വില എന്ന് വെച്ചാൽ കോടാനുകോടിയാണ്. ഈ സംഭവം ഇപ്പം എന്താ പറഞ്ഞാൽ നെഗറ്റീവ് എനർജി മാറ്റണം, അല്ലെങ്കിൽ മറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞ് പല ഭക്തജനങ്ങളെയും കബളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ 6 ഭാഗമാണ് ഒരു വിഗ്രഹം, അടുത്ത ഒരു 6 ഭാഗമാണ്. ഇതിലൊരു ഭാഗം കൊണ്ടുവച്ചിട്ട് 5 കോടിയോ 10 കോടിയോ ഇത് ശബരിമല അമ്പലത്തിൽ ഇരുന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു വിശ്വാസ കച്ചവടം ഇതിൻ്റെ പുറകിലുണ്ട്. കാര്യം അത് ഈ പറയുന്ന വിജയമല്യയുടെ റേഞ്ചിലുള്ള ഒരു വലിയ വ്യവസായി ഒന്നുമല്ല ഈ പറയുന്ന പർട്ടിക്കുലർ അദ്ദേഹം അവിടുത്തെ ഒരു കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ഇത് പ്ലാൻഡായിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ തകർക്കേണ്ട സംഭവമാണ്. ഒരിക്കലും അയ്യപ്പനെ അങ്ങനെ അയ്യപ്പൻ്റെ വിശ്വാസത്തെ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ പാടുള്ളതല്ല. അത് വിശ്വാസികളാണേലും അവരും ഇതിനകത്ത് ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2023 യോഗദണ്ഡും അതിൻ്റെ മാലയും ഇതുപോലത്തെ ഒരു പണിക്ക് വേണ്ടി പുറത്തു പോയി എന്ന് പറയുന്നു. അതും തിരിച്ചു വരുന്ന ഒറിജിനൽ ആണോന്നില്ല. അത് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല. ഇതിൻ്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വേണം ഏറ്റവും ഇതായിട്ട് എടുക്കാനായിട്ടേ, ഗവൺമെൻറ്റും. ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെ തകരാറ് പരിഹരിക്കാൻ വീണ്ടും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ആലോചിച്ചപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അവതാരമെടുത്തു. പക്ഷേ 2019 കെ പത്മകുമാറിന്റെ ബോർഡ് ചെയ്തതുപോലെ ശില്പത്തിലെ പാളി അഴിച്ച് കയ്യിൽ കൊടുത്തു വിട്ടില്ല. ഏത് കള്ളവും ഒരിക്കൽ മറനീക്കി പുറത്തു വരുമെന്നാണത്. ഹൈക്കോടതിയെ അറിയിക്കാതെ ഇത്തവണ ദ്വാരപാലക ശില്പത്തിലെ പാളി അഴിച്ചതിലൂടെ മുൻകാലത്തെ കൊള്ളകളെല്ലാം പുറത്തിടുകയാണ് സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നു, എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പോൾ വലിയ കാര്യത്തെ ഓരോന്ന് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്ന് രേടാ കൂടെ ഉണ്ടായില്ല. ഞാൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടന്നപ്പള്ളിക്ക് കൊടുത്തു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സിലുയരുന്നൊരു ചോദ്യമുണ്ട്. അന്ന് വിജയമല്യ പൊതിഞ്ഞ 30 കിലോ സ്വർണവും ഇപ്പോഴും ശബരിമലയിൽ തന്നെ ഉണ്ടോ? ഇപ്പോഴത്തെ ബോർഡ് ഭരിക്കുന്ന നേതൃത്വത്തിന് പോലും സംശയമുണ്ട്. കാരണം മുൻഗാമികളുടെ പ്രവൃത്തികൾ അത്ര ഗംഭീരമായിരുന്നു. സ്വർണം 99 സ്വർണം പൂശിയത് തന്നെയാണ്, അത് തർക്കമില്ല. 2019 കാര്യമല്ലേ, ഞങ്ങളൊക്കെ വരുന്ന 2023 ശേഷമല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹതയെ സംബന്ധിച്ച് ഒക്കെ ഉണ്ട്. കോടതിയോട് ഞങ്ങൾ അത് ആവശ്യപ്പെടും. വ്യക്തമായ അന്വേഷണം വേണം. ഇതിനെ സംബന്ധിച്ചൊരു സുതാര്യത വേണം. കാരണം ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്നത്തെ കാര്യമായാലും ഇതെല്ലാം ഈ ദേവസ്വം ബോർഡ് ഒരു എന്താ ഷേഡിയിൽ നിൽക്കുന്നത് എനിക്കും കൂടി എന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. വിജയമല്യ സമർപ്പിച്ച 30 കിലോ സ്വർണത്തിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന പൊന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്ന് ഏതാണ്ടൊക്കെ വ്യക്തമാണ്. ഇനി അത് ആര് കൊള്ളയടിച്ചു, അതിന് ആരൊക്കെ കൂട്ടുനിന്നു എന്നാണ് അറിയേണ്ടത്. ഏതായാലും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ മനമുരുകി പ്രാർത്ഥിക്കുന്ന സ്വാമിയുടെ സ്വത്താണ് കാണാതെ പോയിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെ വരേണ്ടതുണ്ട്.